എൻ്റെ ശരികൾ. മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താനായി ഞാൻ ജീവിക്കുമ്പോൾ എനിക്ക് നഷ്ടപ്പെടുന്നത് എൻ്റെ സന്തോഷമാണ്. അത് ഒരു വലിയ അബദ്ധമാണ്. എൻ്റെ ആവശ്യങ്ങളല്ല മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ. ഞാൻ എൻ്റെ ആവശ്യങ്ങളോടാണ് കൂടുതൽ അടുത്ത് നിൽക്കേണ്ടത് അഥവാ ഇഴുകിച്ചേരേണ്ടത്. എങ്കിൽ മാത്രമേ എനിക്ക് സന്തോഷം ലഭിക്കുകയുള്ളൂ. ഞാൻ എൻ്റെ മനസ്സിൻ്റെ ഉടമയാണ്. അതുകൊണ്ട് ഞാൻ മറ്റുള്ളവരുടെ ആവശ്യങ്ങളെ പുച്ഛത്തോടെയും പരിഹാസത്തോടെയും കൂടിയാണ് കാണുന്നത്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം എൻ്റെ സന്തോഷമായിരിക്കുമ്പോൾ അതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ തീരുമാനിക്കണം. പക്ഷേ എനിക്ക് ചുറ്റും പ്രകോപിപ്പിക്കുന്ന സർപ്പങ്ങളാണുള്ളത്. അവർ എൻ്റെ ആവശ്യങ്ങളെ നിയന്ത്രിക്കുവാനും ബന്ധിപ്പിക്കുവാനും ശ്രമിക്കുമ്പോൾ അതിനെ ഞാൻ പരിഹാസത്തോടെയും പുച്ഛത്തോടെയും കൂടി നേരിടും. കാരണം ഞാൻ വിവേകമുള്ള ഒരു വ്യക്തിയാണ്. അവരുടെ ആവശ്യങ്ങൾ എൻ്റെ അനാവശ്യങ്ങളാണ് എന്നുള്ള ശരിയായ തിരിച്ചറിവ് എനിക്കുണ്ട്. ആദവും ഹവ്വയും സർപ്പത്തെ പുച്ഛിച്ചിരുന്നുവെങ്കിൽ, ആ വാക്കുകളെ പരിഹസിച്ചിരുന്നുവെങ്കിൽ സ്വർഗം ഇപ്പോഴും അവരുടെ കൈവശം ഉണ്ടാകുമായിരുന്നു. ഇനി സർപ്പമാണ് നമുക്ക് ചുറ്റിലുമെന്നറിഞ്ഞാൽ ഞാൻ ആദ്യം ചെയ്യേണ്ടത് നിശബ്ദനായി പിന്മാറുക എന്നതാണ്, അഥവാ പടിയിറങ്ങുകയാണ് ചെയ്യേണ്ടത്. ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് നിശബ്ദനായി ഇറങ്ങിപ്പോവുക എന്നതാണ്. വെറുതെ നിശബ്ദനായി ഇറങ്ങിപ്പോവുന്നതും പെട്ടെന്ന് നിശബ്ദനായി ഇറങ്ങിപ്പോവുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. പെട്ടെന്ന് നിശബ്ദനായി ഇറങ്ങിപ്പോവുകയാണെങ്കിൽ അതുകൊണ്ടുള്ള നഷ്ടം എനിക്ക് കുറയ്ക്കുവാൻ സാധിക്കും. അതിനാണ് പക്വത എന്ന് പറയുന്നത്. അമിത ബഹുമാനം നഷ്ടം മാത്രമേ നൽകൂ എന്ന് എനിക്ക് കിട്ടിയ ഒരു പുതിയ തിരിച്ചറിവാണ്. ഞാൻ ഒരു സാധാരണ മനുഷ്യനാണ്. ചെറുപ്പം മുതലേ ഞാൻ കേൾക്കുന്നത് ബഹുമാനവും അനുസരണയുമാണ് എന്നെ മുന്നോട്ട് കൊണ്ടുപോകൂ എന്നുള്ളതാണ്. പക്ഷേ അതൊരു തന്ത്രമാണ്. അവരെ തിരിച്ചു ചോദ്യം ചെയ്യാതിരിക്കാനും അർഹതപ്പെടാത്ത ബഹുമാനം എന്നിൽ നിന്നും നേടുവാനുമുള്ള ഒരു കുതന്ത്രമാണ്. കാരണം തിരിച്ചു ചോദ്യങ്ങൾ ചോദിച്ചാൽ ഉത്തരം മുട്ടുമെന്ന് അവർക്ക് നല്ല തിരിച്ചറിവുണ്ട്. ഞാൻ എൻ്റെ ജീവിതശൈലി മാറ്റുകയാണ്. ഞാൻ വിയോജിപ്പ് പ്രകടിപ്പിക്കുവാനും തർക്കിക്കുവാനും തയ്യാറാണെന്ന് എനിക്ക് ചുറ്റിലുമുള്ളവർ അറിയുമ്പോൾ അവർ പിന്മാറും. ഞാൻ മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ആണ് അവർ അങ്ങനെ പെരുമാറുന്നത്. ഞാൻ വിയോജിപ്പ് പ്രകടിപ്പിക്കുമ്പോഴും തർക്കിക്കുമ്പോഴും എതിരഭിപ്രായം പ്രകടിപ്പിക്കുമ്പോഴും അവർ വിഷമയമായി സംസാരിക്കുവാൻ മുതിരില്ല. മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കുക എന്ന നയം ഞാൻ എടുക്കുമ്പോൾ എൻ്റെ സന്തോഷം ഞാൻ തിരിച്ചു പിടിക്കുകയാണ്. എനിക്ക് ആരെയും ബോധിപ്പിക്കാൻ ഇനിയൊന്നും ബാക്കിയില്ല. അതെൻ്റെ ആവശ്യവും അല്ല. എൻ്റെ ആവശ്യം എൻ്റെ മനസ്സിൻ്റെ സന്തോഷമാണ്. അതെൻ്റെ ജീവിതം കൊണ്ട് ഞാൻ തെളിയിച്ചു കഴിഞ്ഞു. എനിക്ക് യാതൊരു സമ്മർദ്ദവും ഇല്ല. കാരണം ഞാൻ ആരെയും ബോധിപ്പിക്കുവാൻ ഇനി ശ്രമിക്കുകയില്ല. സമയം പാഴാക്കുകയുമില്ല. ഒരായുസ് മുഴുവൻ ജീവിക്കുവാനുള്ള സ്രോതസ് പ്രകൃതി എനിക്ക് നൽകിയിട്ടുണ്ട്. ഞാൻ സുരക്ഷിതനാണ്. മറ്റുള്ളവരുടെ അനാവശ്യ ചോദ്യങ്ങളെ നേരിടാനറിയാം എനിക്കിപ്പോൾ. ആ ചോദ്യങ്ങൾ അനാവശ്യമാണെന്ന് തിരിച്ചറിയുന്ന നിമിഷത്തിൽ ഒരു പുച്ഛഭാവം ഞാൻ അവർക്ക് നൽകും. ഒരക്ഷരം ഞാൻ മിണ്ടില്ല. വീണ്ടും ചോദിക്കുകയാണെങ്കിൽ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്യും. പ്രതിച്ഛായ ഇല്ലാത്തവരുടെയും കുറ്റവും കുറവും ഉള്ളവരുടെയും മുൻപിൽ ഞാൻ എൻ്റെ പ്രയത്നങ്ങൾ പാഴാക്കുകയില്ല. എൻ്റെ സമയം
ഞാൻ ഫലപ്രദമായി വിനിയോഗിക്കും. എനിക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം മറ്റുള്ളവരുടെ കുറ്റവും കുറവും കാണാതെ അവരെ അന്ധമായി ബഹുമാനിക്കൽ ആയിരുന്നു. മറ്റുള്ളവരുടെ കുറ്റവും കുറവും നോക്കിയിട്ടാവും ഇനി ഞാൻ അവരെ ബഹുമാനിക്കണോ, പുച്ഛിക്കണോ, അടുത്തു നിർത്തണോ, അകറ്റി നിർത്തണോ എന്ന് തീരുമാനമെടുക്കുന്നത്. എന്നേക്കാൾ കൂടുതൽ കുറ്റങ്ങളും കുറവുകളും ഉള്ള ആൾക്കാരെ പഴയതുപോലെ ഇനി ഞാൻ ബഹുമാനിക്കുകയില്ല. എൻ്റെ ബഹുമാനം ഇനി നേടുവാൻ അത്ര എളുപ്പമല്ല. കാരണം ഞാൻ കുറ്റങ്ങളും കുറവുകളും എൻ്റെ ചുറ്റിലുമുള്ളവരിലും കണ്ടു തുടങ്ങിയിരിക്കുന്നു.